ശ്രീ സുരേഷ് ഗോപി കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്കൊരു ഉദാഹരണമാണ്. അദ്ദേഹം ഇന്ന് സിനിമാ മേഖലയിൽ സജീവമായിട്ട് നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എത്രയോ കോടികൾ ഉണ്ടാക്കാമായിരുന്നു. ആ കോടികളെല്ലാം തൃണവത്ഗണിച്ചുകൊണ്ടാണ് ദേശീയതയ്ക്കൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം ബിജെപിക്കൊപ്പം സുരേഷ് ഗോപി വരാൻ തയ്യാറായത്. ഇങ്ങനെയുള്ള മാതൃക ഒരു സുരേഷ് ഗോപി മാത്രമല്ല, ഇങ്ങനെയുള്ള മാതൃകകൾ കേരളത്തിലും ഇന്ത്യയിലും നിരവധിയുണ്ട്. അവരെ അപമാനിക്കാൻ ആര് ശ്രമിച്ചാലും അത് വച്ചുപൊറുപ്പിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ശ്വേതാ മേനോനാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായത് ബിജെപിയുടെ പ്രതിനിധി എന്ന നിലയിലല്ല. ശ്വേതാ മേനോനെ തെരഞ്ഞെടുത്തത് ഈ കേരളത്തിലെ ബഹുമാന്യരായിട്ടുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ശ്വേതാ മേനോൻ ഒരു ദേശീയവാദിയാണ് എന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. ശ്വേതാ മേനോൻ നരേന്ദ്രമോദിയുടെ ഭക്തയാണ് എന്നും അറിയാം. അതേസമയത്ത് ശ്വേതാ മേനോൻ ബിജെപി അംഗമല്ല, ബിജെപിക്കാരിയല്ല.